സീസർ ഇന്ന് നന്നായി രാത്രി ഉറങ്ങിക്കോളും. കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ ഉടൻ തന്നെ തേടിയെത്തും. ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള രാഷ്ട്രീയ മുന്നറിയിപ്പുകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു വാചകം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ട് യുദ്ധങ്ങളും ആക്രമണങ്ങളും സൈനിക തീരുമാനങ്ങളും കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയ നേതാവ്, ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദത്തിൽ കുട്ടികളുടെ രാത്രികളെ പേടി സ്വപ്നങ്ങളാക്കിയ ഭരണാധികാരി, ഒരിക്കൽ കണ്ണടച്ച് സമാധാനമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിച്ച അനേകം കുടുംബങ്ങളുടെ നെടുവീർപ്പുകളും കണ്ണീരും ഇന്ന് ഒരേപോലെ ശാപം പോലെ നെതന്യാഹുവിനെ ചുറ്റി വരികയാണ് എന്ന് തോന്നുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പുതിയ ഏറ്റുമുട്ടലുകൾ മേഖലയുടെ സുരക്ഷയെ മാത്രമല്ല ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അമേരിക്കയുടെ സമ്മർദ്ദം, ആഭ്യന്തര വിമർശനങ്ങൾ, ജനപിന്തുണയിലെ ഇടിവ്, യുദ്ധത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ഭിന്നതകൾ എന്നിവയെല്ലാം ഒരേ സമയം നെതന്യാഹുവിന്റെ മേൽ പതിക്കുകയാണ്. ഒരു കാലത്ത് ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച നേതാവ് ഇന്ന് സ്വന്തം ഉറക്കം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് നേരിടുന്നത്. ഒരിക്കൽ മറ്റുള്ളവരുടെ കഴുത്തിൽ ശ്വാസം മുട്ടലായിട്ട് മാറിയ തീരുമാനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ മുറുക്കി പിടിക്കുന്ന കയറായിട്ട് മാറുകയാണോ? അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്: നെതന്യാഹുവിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ ശരിക്കും ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇറാനുമായിട്ടുള്ള പുതിയ ഒരു സംഘർഷത്തിന് മുന്നേ തന്നെ നെതന്യാഹു വിമർശനങ്ങളുടെ നടുവിലായിരുന്നു. ലെബനിലെ ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും സ്വന്തം സഖ്യകക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതേസമയം തന്നെ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാതിരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണ നിലനിർത്തുകയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ നേരിടുകയും ചെയ്യേണ്ട ഇരട്ട വെല്ലുവിളിയാണ് ഇപ്പോൾ നെതന്യാഹുവിന് മുന്നിലുള്ളത്. അടുത്തിടെ ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ലെബനനിൽ സൈനിക നടപടികൾ തുടരുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ വിമർശകർ കൂടുതൽ ശക്തരായി. അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ കാരണം ഇസ്രയേലിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്ന് ചില സൈനിക നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഇത് നെതന്യാഹുവിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രയേലിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. മുൻ പ്രധാനമന്ത്രി തഫ്താലി ബെന്നറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് ഇസ്രയേലിന്റെ പരമാധികാരത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പരീക്ഷണമാണെന്ന് വാദിച്ചു. ദുർബലമായിട്ടുള്ള പ്രതികരണം ശത്രുക്കൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു ബെന്നറ്റിന്റെ നിലപാട്. അതിലും കടുത്ത ഭാഷയിലാണ് ഈ ദേശീയ സുരക്ഷാ മന്ത്രി ഇമറ്റർ ബെൻഗുർ പ്രതികരിച്ചത്. അതായത് ഇറാൻ കത്തിയെരിയണമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ജനപിന്തുണയിലെ ഇടിവ് കൂടിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ പഠന സ്ഥാപനങ്ങളുടെ സർവേകൾ പ്രകാരം യുദ്ധത്തിന്റെ സൈനിക നേട്ടങ്ങളെ പിന്തുണച്ചിരുന്ന ഇസ്രയേലികളുടെ ശതമാനം ഗണ്യമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം ദീർഘകാലം തുടരുന്നതും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഫലങ്ങൾ ഉണ്ടാകാത്തതുമാണ് ഈ ഒരു അസന്തോഷത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. അതേസമയം തന്നെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ അമേരിക്ക സജീവമായിട്ട് ഇടപെടുകയാണ്. ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര പരിഹാരത്തിനായിട്ട് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുകയും പശ്ചിമേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണത്തിനുള്ള ആഭ്യന്തര സമ്മർദ്ദവും നെതന്യാഹുവിനെ സങ്കീർണമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇപ്പോഴത്തെ സാഹചര്യം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, മറുവശത്ത് കടുത്ത ദേശീയവാദ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരെയും സഖ്യകക്ഷികളെയും നിരാശരാക്കാനും കഴിയില്ല. ഈ രണ്ട് ശക്തികൾക്കുമിടയിൽ തുലനം കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. എന്നിരുന്നാലും നെതന്യാഹുവിനെ രാഷ്ട്രീയമായിട്ട് എഴുതിത്തള്ളുന്നത് ഇപ്പോൾ നേരത്തെ ആയിരിക്കും. അതായത് ഇസ്രായേൽ രാഷ്ട്രീയ ചരിത്രത്തിൽ
നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വിമർശനങ്ങളെ ചെറുക്കാനും അതേസമയം തന്നെ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിന്റെ ശക്തി എടുത്തുകാട്ടി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ചിലർ കരുതുന്നുണ്ട്. എന്നാൽ ഈ കാര്യം വ്യക്തമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം വെറും ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, അത് ഇസ്രായേലിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു നിർണായക ഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ യുദ്ധഭൂമിയിൽ എടുക്കുന്ന ഓരോ തീരുമാനവും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നെതന്യാഹു എങ്ങനെ പുറത്തു വരുമെന്നതും ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പുറത്തു വരാൻ നെതന്യാഹുവിന് കഴിയുന്നില്ല, ഉറക്കം കെടുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ സമാധാന കരാർ ഈ കാറ്റിൽ പറന്നു പോകുന്ന രീതിയിലാകുന്നു. കാരണം കാറ്റിൽ പറത്തിയുള്ള യുദ്ധമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് വലിയ ഒരു പ്ലാനിങ്ങോടുകൂടി അമേരിക്കയും ഇസ്രയേലും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് ഒരു ആക്രമണം നടത്തി. ആക്രമണത്തിൽ അവർ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഇറാന്റെ സ്വത്തുക്കൾ എടുക്കണം, ഇറാനെ ഇല്ലാതാക്കണം, ഇറാന്റെ ഭരണം പിടിച്ചെടുക്കണം. ഇത് അമേരിക്കയുടെ ആവശ്യങ്ങളായിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധം തന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറി. കാരണം വെനസ്വല പോലെ പിടിച്ചടക്കാൻ ഇറാന് കഴിയില്ല, അല്ലെങ്കിൽ ഇറാനെ അത്ര പെട്ടെന്നൊന്നും തീർക്കാൻ കഴിയില്ല എന്നുള്ള വാസ്തവം അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇന്ന് 100 ദിവസം പിന്നിടുമ്പോൾ കാണാൻ കഴിയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വലിയ ഒരു പതനം തന്നെയാണ്. കാരണം ഏറ്റവും സുരക്ഷിതം, ഏറ്റവും അത്യാധുനികമാണ് എന്ന് പറയുന്ന ഈ മിസൈലുകൾ പോലും ഇന്ന് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണം എന്ന് പറയുന്നത്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാനാണ്. ഇതിൽ ഞങ്ങൾ കടുത്ത നിലപാടുകൾ എടുക്കും, ഞങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തൊടുത്തുവിടുമെന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ടാണ് ഇറാൻ തന്റെ നീക്കങ്ങൾ ഇന്നും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖല വലിയ പ്രതിസന്ധിയിലാണ്. എന്തായാലും നെതന്യാഹുവിന്റെ ഈ ഒരു ക്രൂരതയ്ക്ക് വലിയ വില നൽകിക്കൊണ്ടാണ് ഇന്ന് ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. ലെബനാനിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുമ്പോൾ അപ്പുറത്തെ വശത്ത് ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ നൽകുന്ന ചുട്ട മറുപടി എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന അവരുടെ വലിയ പ്രഹരശേഷിയും ഇറാൻ വലിയ ശക്തിയാണ് എന്നുള്ള വലിയ ഒരു കാര്യവും കൂടിയാണ്. അതായത് ഇന്ന് ഇറാന്റെ മിസൈലുകൾക്കോ ഇറാന്റെ ഡ്രോണുകൾക്കോ ഒന്നും തന്നെ പിടിച്ചടക്കാൻ ഇന്ന് ഇസ്രയേലിന്റെ ഡ്രോണുകൾക്കോ അതുപോലെ തന്നെ മിസൈലുകൾക്കോ പിടിച്ചടക്കാൻ ഇറാനെ കഴിയുന്നില്ല. ഇറാന്റെ സർവ്വസന്നാഹം, അതായത് വലിയൊരു വജ്രായുധം എടുത്ത് തൊടുത്തു വിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലേക്കും. ഇരു രാജ്യങ്ങൾ ഇപ്പോൾ കരയുകയാണ്, നിലവിളിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല.